ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വിൻഡോസ് 10 എങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് തരാം. അതിനായി നമുക്കൊരു ബൂട്ടബിൾ മീഡിയ ആണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു പെൻഡ്രൈവ് ആണ്. മിനിമം 8 GB സ്റ്റോറേജ് ഉള്ള പെൻഡ്രൈവ് യൂസ് ചെയ്യണം. ഇനി നമുക്ക് അതിനായിട്ട് വേണ്ടത് ഈ പെൻഡ്രൈവിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള വിൻഡോസിൻ്റെ ISO ഫയൽസ് ആണ്. അപ്പോൾ പെൻഡ്രൈവിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. അതിന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് സെർച്ച് ചെയ്യാം. ശേഷം അതിൽ കാണുന്ന ഡൗൺലോഡ് വിൻഡോസ് 10 എന്നുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ സ്ക്രീനിൽ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് നൗ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മീഡിയ ക്രിയേഷൻ ടൂള് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇനി അതൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് യെസ് പ്രസ് ചെയ്യാം. മീഡിയ ക്രിയേഷൻ ടൂള് ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിൻഡോസിൻ്റെ ISO ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ USB-യിലേക്ക് ഡയറക്റ്റ് ഈ ടൂൾ ഉപയോഗിച്ച് റൈറ്റ് ചെയ്യുകയാണ്. വിൻഡോസിൻ്റെ ISO ഫയൽ, ഇമേജ് ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് USB-യിലേക്ക് റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫസ്റ്റ് സ്ക്രീനിൽ അക്സെപ്റ്റ് പ്രസ് ചെയ്യാം. രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് സെക്കൻഡ് ഓപ്ഷനാണ്, ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ വേറെ PC-ക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സെക്കൻഡ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൻ്റെ വിൻഡോസ് വേർഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പ്രകാരം ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട് എഡിഷൻസ് കാര്യങ്ങളൊക്കെ. അതൊക്കെ അങ്ങനെ കീപ്പ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആർക്കിടെക്റ്റ് എന്നുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PC എല്ലാം വരുന്നത് 64 ബിറ്റ് ആണ്. അതുകൊണ്ട് 64 ബിറ്റ് തന്നെ ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ ഏതിലേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഡയറക്റ്റ് USB-യിലേക്ക് ചെയ്യണോ ISO ഫയലാണെന്നുള്ളതുണ്ട്. അപ്പോൾ USB ഫയൽ എന്നുള്ളത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ USB സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് USB ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്, ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ ഒന്ന് റീഫ്രഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവ് D ഡ്രൈവ് ആയിട്ട് സെലക്ട് ആണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഇതിൻ്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മുടെ പെൻഡ്രൈവിലേക്ക് റൈറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഡൗൺലോഡിങ്ങിലെ ടൈം എന്തായാലും എടുക്കും. അപ്പോൾ ഞാനിതൊന്ന് പോസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ. ഓൾമോസ്റ്റ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ USB ബൂട്ടബിൾ ഡ്രൈവ് റെഡിയാണ്. സെപ്പറേറ്റ് നമുക്ക് റൈറ്റ് ചെയ്യാനുള്ള വേറെ ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് വേറൊരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് റൈറ്റ് ചെയ്യും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ISO ഫയൽ ഉള്ളവരാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ എങ്ങനെ നമുക്ക് USB-യിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായി നമുക്കൊരു ടൂള് വേണം. ആ ആപ്ലിക്കേഷൻ്റെ നെയിമാണ് റഫസ് എന്നുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ റഫസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. ആ ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഇതിന് ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ ഫസ്റ്റ് കാണുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടാവും. ഡൗൺലോഡ് എന്നതിൻ്റെ അടിയിൽ അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. RFS എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ USB ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഓപ്ഷനിൽ നിങ്ങൾ USB ഡ്രൈവ് സെലക്ട് ചെയ്യുക. ശേഷം വേറെ ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ISO ഫയൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ ഈ ISO ഫയൽ
പെൻ ഡ്രൈവിലേക്ക് റൈറ്റ് ചെയ്ത് അത് ബൂട്ടബിൾ USB ആയിട്ട് മാറും. നമ്മളിപ്പോൾ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട്, അതുകൊണ്ട് വീണ്ടും അതിലേക്ക് റൈറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇപ്പോൾ ബൂട്ടബിൾ USB റെഡിയാണ്. ഇനി ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ലാപ്ടോപ്പിലേക്കാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ USB അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. USB കണക്ട് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്യാം. ഇതിൻ്റെ ബൂട്ട് മെനു കീ നമ്മൾ പ്രസ് ചെയ്യണം. ചില ലാപ്ടോപ്പിന് ചില കമ്പ്യൂട്ടറിനൊക്കെ F12 ആയിരിക്കും, ചിലതിന് F10 ആയിരിക്കും. ആ ബൂട്ടബിൾ മെനു പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ബൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പെൻ ഡ്രൈവിൽ നിന്നാണ് ബൂട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ മീഡിയ ബൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ചേഞ്ചസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മളെ കീ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഐ ഡോണ്ട് ഹാവ് എ കീ എന്നുള്ള താഴെയുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി വിൻഡോസിൻ്റെ വേർഷൻ സെലക്ട് ചെയ്യണം. നമ്മുടെ ഇവിടെ വിൻഡോസ് പ്രോ ആണ് സെലക്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഈ ലൈസൻസ് അഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഈ സെക്കൻഡ് ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. കസ്റ്റം ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺലി എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ ഡ്രൈവുകൾ. ഇത് ഓൾറെഡി വിൻഡോസ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിലെ പാർട്ടീഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഫ്രഷ് ആയിട്ടാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് പാർട്ടീഷൻസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരൊറ്റ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 500 GB ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ നമ്മൾ പുതിയ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ 250 GB ഒരു ഡ്രൈവാണ് ഇപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ MBയിലാണ് അതിൻ്റെ സൈസ് വരിക. ഇപ്പോൾ 2.5 ലക്ഷം MB വരും 250 GB എന്ന് പറയുമ്പോൾ. ജസ്റ്റ് അവിടെ ഒന്ന് നമ്മൾ 2.5 ലക്ഷം എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്യാം. 2.5 ലക്ഷം എന്ന് കൊടുത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്ലൈ പ്രസ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1000 MB ആണ് ഒരു GB വരുന്നത്. അപ്പോൾ എത്ര GB സ്പേസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ കാൽക്കുലേഷനിൽ വേണം അവിടെ എൻ്റർ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ഡ്രൈവ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. 2 സിസ്റ്റം പാർട്ടീഷൻസ് ആണ്, അതായത് സിസ്റ്റം ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്ന 2 പാർട്ടീഷൻസ് ആണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. മൂന്നാമത്തേത് വരുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡ്രൈവാണ്. പിന്നെ നാലാമത്തേതുള്ളത് ബാക്കിയുള്ള സ്പേസ് ആണ്, നമ്മളൊന്നും ചെയ്യാതെ ബാക്കിയുള്ള അൺഅലൊക്കേറ്റഡ് സ്പേസ് ആണ്. അത് നമുക്കൊരു ഡ്രൈവ് ആക്കി മാറ്റണം. അതിനത് സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ പ്രസ് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ആ സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയൊരു ഡ്രൈവ് അവിടെ ക്രിയേറ്റ് ആവും. ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. ഇനി നമ്മൾ വിൻഡോസ് നമ്മുടെ ഫസ്റ്റ് പാർട്ടീഷനിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടീഷൻസ് മീൻസ് ഫസ്റ്റത്തെ 2 സിസ്റ്റം റിസർവ്ഡ് ആണ്. മൂന്നാമത്തെ പാർട്ടീഷനാണ് നമ്മൾ സി ഡ്രൈവ് ആയിട്ട് വരുന്നത് 250 GB എന്നുള്ളത്. അത് സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഈ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഈ പാർട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാളേഷന് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സിസ്റ്റം ഒന്ന് ഫിനിഷിംഗ് അപ്പ് സ്റ്റേജിൽ റീസ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ റീസ്റ്റാർട്ട് നൗ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ അത് റീസ്റ്റാർട്ട് ആയിക്കോളും.
ഇൻസ്റ്റാളേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ ബാക്കി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് വീഡിയോ സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കുറച്ച് ഡിലേ ആണ്, കുറച്ച് ടൈം അധികം എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൺട്രി ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക, യെസ് പ്രസ് ചെയ്യാം. കീബോർഡ് ലേഔട്ട് അത് ഡിഫോൾട്ടായിട്ട് കീപ്പ് ചെയ്ത് യെസ് കൊടുക്കുക. സ്കിപ്പ് ചെയ്യുക. ഇവിടെ ഇപ്പം നമ്മൾ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. വൈഫൈ ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ ഇൻ്റർനെറ്റ് എന്ന് താഴെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പ്രസ് ചെയ്യുക. നമ്മളിവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പേഴ്സണൽ യൂസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹോം യൂസിനാണെങ്കിൽ സെറ്റപ്പ് ഫോർ പേഴ്സണൽ യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇതൊരു അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് പ്രസ് ചെയ്യാം. ഇവിടെ നിങ്ങളൊരു യൂസർ നെയിം കൊടുക്കുക, നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഇനി പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കുക, ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിഫോൾട്ട് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ നോട്ട് നൗ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫൈനൽ സെറ്റപ്പാണ്, ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഈ കമ്പ്യൂട്ടർ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് കുറച്ച് ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലേക്ക് ലോഡാവുന്നതാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിൻഡോസ് തനിയെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തവർക്കും ഈ വീഡിയോ കൊണ്ട് തനിയെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.